അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായി ഓടിയ സിനിമകളുണ്ട്. അശ്വന്ത് മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാർ, നമ്മളാരും നിർബന്ധിച്ച് പുള്ളിനാരും പുള്ളി ആരും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞില്ല. പുള്ളിയുടെ റിവ്യൂകൾ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമുക്ക് എവിടെയെങ്കിലും ഇഷ്ടമാണ്. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹരാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നി, ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നി അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാകും. കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലല്ലോ. നന്നാണെന്ന് വെച്ചാൽ ജനുവൻലി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്നു. പടം ചിലപ്പോൾ മോശമായി പോകുന്ന സമയത്ത് അവർ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇത് ഞാൻ ഇന്റർവ്യൂവില് അശ്വന്തിനോട് തന്നെ കോപ്പിനോട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ്. എന്നുവെച്ചാൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ ചില സമയത്ത് ആ ലൈന് ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആവും. ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. അപ്പോൾ ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പൊ കഴിഞ്ഞ ഏതൊക്കെ സിനിമകൾ വന്നപ്പോൾ കോപ്പും പ്രൊഡ്യൂസേഴ്സൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാകും. കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത്, ഒരു തിൻ ലൈൻ ആണല്ലോ, ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യും, തിരിച്ച് പുള്ളി റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും. സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ്. കാരണം ഞാനത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായി ഓടിയ സിനിമകളുണ്ട്. അശ്വന്ത് മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു. ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് പുള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല മലയാളികൾ. നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കാണാതിരിക്കുന്നില്ല. പിന്നെ വേർഡ് ഓഫ് മൗത്ത് എന്നുള്ളൊരു സാധനം എന്തായാലും ഉണ്ട്. കാരണം സിനിമ ഒരാളുടെ മാത്രം ഒരു അഭിപ്രായത്തിന്റെ പുറത്തൊന്നുമല്ല നമ്മുടെ സിനിമ കാണാതിരിക്കുന്നത്. ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ വേർഡ് ഓഫ് മൗത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടൊന്നും ഒരു സിനിമ വീണുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യവും പേടിക്കേണ്ട കാര്യവും പുള്ളി ആരും ശത്രു ഒന്നാവുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ എന്നെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ജെനുവിൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള ആളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആകുന്ന സമയത്ത് ഇത് ലൈൻ റീച്ച് ചെയ്യുമ്പോൾ ചിലർക്ക് ഹേർട്ട് ആകുമ്പോഴുള്ള പ്രശ്നമാണ് ഇത്.